ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് ന്യൂസിലാൻഡിലെ കറണ്ട് നഴ്സിംഗ് വേക്കൻസീസ്, അതുപോലെ തന്നെ ഇനി അടുത്ത വർഷം മുതൽ 2025 മുതൽ എന്തെങ്കിലും വേക്കൻസീസിന് സാധ്യതയുണ്ടോ എന്നതിനെ പറ്റിയുള്ള ഒരു ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അപ്പോൾ ന്യൂസിലാൻഡിലേക്ക് പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരും അതുപോലെ തന്നെ ജോലിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്കും അറിയാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമായിരിക്കും, ഇനി എന്തെങ്കിലും വേക്കൻസീസ് ഉടനെ ഉണ്ടാകുമോ, അടുത്ത വർഷമെങ്കിലും ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സിറ്റുവേഷൻ മാറ്റം ഉണ്ടാകുമോ. അപ്പം നമുക്കെല്ലാം അറിയാം, കഴിഞ്ഞ കുറേ മാസങ്ങളായി, ഏകദേശം ഒരു വർഷത്തോളമായിട്ട് ഇവിടെ ജോലി കിട്ടാനായിട്ട് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകുമോ, എന്തെങ്കിലും വ്യത്യാസം അടുത്ത വർഷങ്ങളിലെങ്കിലും ഉണ്ടാകുമോ എന്നറിയാനായിട്ട് ഈ ഒരു പ്രോസസ്സിങ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് താല്പര്യം ഉണ്ടാകും. അപ്പോൾ അതിനെപ്പറ്റി റീസെൻ്റ് ആയിട്ട് ഹെൽത്ത് ന്യൂസിലാൻഡിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അതായത് ഇവിടുത്തെ ന്യൂസ് പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് പോകുന്ന ഈ വീഡിയോയിലൂടെ മെയിനായിട്ടും. ഇപ്പോൾ ന്യൂസിലാൻഡിലേക്ക് ഒരു ജോലിക്കായിട്ട് ശ്രമിക്കുന്നവർ മിക്കവാറും ഇപ്പോഴത്തെ ഒരു കറണ്ട് അപ്ഡേറ്റ്സ് എല്ലാവരും ശ്രദ്ധിക്കുമായിരിക്കും. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ, ഇനി ഇങ്ങോട്ട് വന്നാൽ കാര്യമുണ്ടോ എന്നൊരു കാര്യം ഈ ഒരു പ്രോസസ്സിങ്ങിലായിരിക്കുന്ന എല്ലാവരും തന്നെ അറിയാൻ ആഗ്രഹിക്കുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്ന് വെച്ചാൽ, ഇവിടുത്തെ ന്യൂ ഗ്രാജുവേറ്റ്സ്, അതായത് ഇവിടെ നഴ്സിംഗ് പഠിച്ചിറങ്ങി ജോലിക്കായി ശ്രമിക്കുന്ന ന്യൂ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിന് തന്നെ ജോലി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരവസ്ഥയായിട്ടാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസിന് എപ്പോഴും ന്യൂ ഗ്രാജുവേറ്റ്സിന് ജോലി കിട്ടിക്കഴിഞ്ഞിട്ട് ഒരു സെക്കൻഡ് പ്രിഫറൻസ് ആയിട്ട് തീർച്ചയായും ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നേഴ്സസിനെ എടുക്കുകയുള്ളൂ. എന്ന് വെച്ച് ഇവിടെ ആർക്കും ജോലി കിട്ടുന്നില്ലെന്നല്ല ഞാൻ പറയുന്നത്. ചുരുക്കം ചിലർക്ക് ഇപ്പോഴും സ്പെഷ്യാലിറ്റികളിൽ, അതായത് മെൻ്റൽ ഹെൽത്ത്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റ്, അതുപോലെ ചില സ്പെഷ്യാലിറ്റികളിൽ അത്രയും ലക്കുള്ളവർക്ക് 1-2 പേർക്കൊക്കെ ജോലി കിട്ടുന്നുണ്ട്. അത് വളരെ ചുരുക്കം ആൾക്കാർക്കാണ് ജോലി കിട്ടിയതായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് റീസെൻ്റ് ആയിട്ട്. അപ്പോൾ അതാണ് നിലവിലുള്ള ഒരു സാഹചര്യം. ജോലി കിട്ടാനായിട്ടുള്ള സാഹചര്യം നിലവിൽ ഇപ്പോഴും ടഫ് തന്നെയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഹെൽത്ത് ന്യൂസിലാൻഡിൽ നിന്ന് വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേറ്റ് ആണ്, റീസെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന ന്യൂസ് പേപ്പറിൽ വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് ആണ്. അടുത്ത 3 വർഷത്തേനും ഈ ഒരു കോസ്റ്റ് കട്ടിങ്, അതായത് ഹെൽത്ത് സെക്ടറിൽ കുറേ എമൗണ്ട് അവർ സ്പെൻഡ് ചെയ്യേണ്ടതായി വന്നു കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട്. അതായത് കോവിഡിനോടനുബന്ധിച്ച് ഹെൽത്ത് സെക്ടറിൽ കുറേ എക്സ്പെൻസ് അവർക്ക് വന്നു. അതിൻ്റെ ഒരു കോസ്റ്റ് കട്ടിങ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അടുത്ത ഒരു 3 വർഷത്തേന്, അതായത് 2027 വരെ അത് കണ്ടിന്യൂ ചെയ്യും എന്ന രീതിയിലുള്ള ഒരു ന്യൂസാണ് റീസെൻ്റ് ആയിട്ട് അറിയാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് നമുക്കെല്ലാം അറിയാം, കുറച്ച് നാളുകളായിട്ട് ജോബ് ഫ്രീസിങ്ങും കാര്യങ്ങളും അതുപോലെ ഓരോ കാര്യങ്ങൾ കട്ട് ഡൗൺ ചെയ്തുകൊണ്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയായിരുന്നു. അതായത് ക്യാപ് റീഫണ്ടൊക്കെ മുൻപ് കൊടുത്തുകൊണ്ടിരുന്നത് അത് കട്ട് ഡൗൺ ചെയ്ത് അത് ഇപ്പം പൂർണ്ണമായി തന്നെ സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പം അങ്ങനെ പല രീതിയിലും കോസ്റ്റ് കട്ടിങ് അവർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിൽ വീണ്ടും അവർക്ക് ഡെഫിസിറ്റാണ്. അത് അടുത്ത 3 വർഷത്തേനും കൂടെ ആണ് അവർ ആ ഒരു കോസ്റ്റ് കട്ടിങ് അവർ എയിം ചെയ്തിരിക്കുന്നതെന്നാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നൊരു കാര്യം, $722 മില്യൺ ഡെഫിസിറ്റാണ് ഈ നെക്സ്റ്റ് 3 ഇയർ വരെ അവർ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ലാസ്റ്റ് ഇയറിൽ 3000 എബോ നഴ്സസിനെ അവർ റിക്രൂട്ട് ചെയ്തു കോവിഡിന് ശേഷം. അതുകൊണ്ട് തന്നെ അവർക്കൊരു ബൾക്ക് എമൗണ്ട് ഓഫ് ഫണ്ടിങ് ഡെഫിസിറ്റാണ് വന്നിരിക്കുന്നത്. അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകാനായിട്ടാണ് ഈ കോസ്റ്റ് കട്ടിങ് ചെയ്യുന്നതെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ഫൈനാൻഷ്യൽ ഇയറിൽ $700 മില്യൺ ഒരു ഡെഫിസിറ്റാണ് അവർ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അത് ഈ വർഷത്തേന് $1.1 ബില്യൺ ഡെഫിസിറ്റായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ നെക്സ്റ്റ് 3 ഇയറിലേക്ക് അതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് ആ ഒരു കോസ്റ്റ് കട്ടിങ് ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ന്യൂസ് ഇവിടുത്തെ ന്യൂസിലാൻഡിലെ ന്യൂസ് പേപ്പേഴ്സ് പുറത്തുവിട്ടിരിക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതൊക്കെ. ഹെൽത്ത് ന്യൂസിലാൻഡിൻ്റെ മാനേജറും തിഫാത്തുവറയുടെ ഹെഡുമായ മാർഗി അവർ അനൗൺസ് ചെയ്തതായിട്ടുള്ള കാര്യമായിട്ടാണ് ഈ ന്യൂസ് പേപ്പർ ഇവിടെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാര്യമാണ് മെയിനായിട്ട്
ഇപ്പം റീസെൻ്റായിട്ട് വന്നിരിക്കുന്ന ഒരു അപ്ഡേറ്റ് എന്ന് വെച്ചാൽ, അപ്പോൾ അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, കാര്യമായ ചേഞ്ച് അടുത്ത 3 വർഷങ്ങളിൽ വരാൻ സാധ്യത കുറവാണ് എന്നാണ്. സാധ്യത തീരെയില്ല എന്ന് പറയാൻ പറ്റില്ല. എന്തെങ്കിലും ചേഞ്ചസ് ഇതിനിടയിൽ സംഭവിക്കാം. പക്ഷേ അറ്റ് പ്രസന്റ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അടുത്ത ഒരു 3 വർഷത്തേന് കാര്യമായ ചേഞ്ചസ് ഒന്നും ഉണ്ടാകാൻ ചാൻസ് ഇല്ല. കാരണം അവർ കോസ്റ്റ് കട്ടിങ് എത്രയൊരു ഹ്യൂജ് എമൗണ്ട് ആണ് അവരുടെ മുന്നിൽ കോസ്റ്റ് കട്ടിങ്ങിനായിട്ടുള്ളത്. അപ്പം ആ ഒരു എയിമാണ് അവർക്ക് മുന്നിലുള്ളത്, മെയിനായിട്ട് ഹെൽത്ത് സെക്ടറിൽ. അപ്പം കാര്യമായിട്ടൊരു വേക്കൻസി അതുകൊണ്ട് തന്നെ ഈ ഒരു സെക്ടറിൽ ഉണ്ടാകാനുള്ള ചാൻസ് ഇല്ല. അതുപോലെ തന്നെ ന്യൂ ഗ്രാജുവേറ്റ്സും ജോലി കിട്ടാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ തീർച്ചയായും അവർക്ക് ജോലി കൊടുത്തതിന് ശേഷമേ അവർ ഇൻ്റർനാഷണലി ക്വാളിഫൈഡ് ആയിട്ടുള്ള നഴ്സസിനെ കൺസിഡർ ചെയ്യുള്ളൂ. അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങോട്ടേക്ക് പ്രോസസ്സിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ തീർച്ചയായും മനസ്സിലാക്കിയിരിക്കുക. നിങ്ങൾ ജോലി റിസൈൻ ചെയ്തിട്ട് ഒരിക്കലും ന്യൂസിലാൻഡ് പ്രോസസ്സിങ് തുടങ്ങാതിരിക്കുക. നിങ്ങൾ എവിടെയാണോ ജോലി ചെയ്യുന്നത് ആ ജോലി കണ്ടിന്യൂ ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ന്യൂസിലാൻഡ് പ്രോസസ്സിങ് ചെയ്യുക. ഇവിടെ വന്ന് ക്യാപ്പ് ആൻഡ് ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് തിരിച്ചുപോയി നിങ്ങൾക്കൊരു ചാൻസ്, ഒരു ജോബ് സെക്യൂർ ആകുന്നത് വരെ നിങ്ങൾ ഏത് ജോലിയാണോ എവിടെയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ജോലി കണ്ടിന്യൂ ചെയ്യുക എന്നതാണ് ഇപ്പം ഐഡിയലായിട്ട് ഈ സാഹചര്യത്തിനനുസരിച്ച് ചിന്തിക്കുമ്പോൾ നമുക്ക് എടുക്കാവുന്ന ഒരു തീരുമാനം ഈ ഒരു രീതിയിലുള്ളതായിരിക്കും. അല്ലെങ്കിലുള്ള മറ്റൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ അഫ്ര രജിസ്ട്രേഷൻ ചെയ്യുക, ഓസ്ട്രേലിയയിലേക്കുള്ള പ്രോസസ്സിങ് നോക്കുക എന്നുള്ളതാണ്. അതും അത്രമാത്രം ഈസി ആയിരിക്കണം എന്നില്ല. അവിടെയുള്ള വേക്കൻസിയും കാര്യങ്ങളനുസരിച്ചായിരിക്കും. എങ്കിലും ഓസ്ട്രേലിയയിലേക്ക് ഇപ്പോഴും വേക്കൻസീസ് റിക്രൂട്ട്മെൻറ്റ്സ് നടക്കുന്നു എന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പം ആ ഒരു കാര്യം നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് മെയിനായിട്ട് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അതുപോലെ നിങ്ങൾ ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കിക്ക് വരുന്നവരാണെങ്കിൽ ഫാമിലി ആയിട്ട് വരാതെ സിംഗിളായിട്ട് വന്ന് നിങ്ങളുടെ ക്യാപ്പ് ആൻഡ് ഓസ്കി കംപ്ലീറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്പെൻസ് അത്രയും കുറവായിരിക്കും. നിങ്ങൾക്കൊരു ജോലി സെക്യൂർ ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് അതിന് ശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലിയെ കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചുകൂടി ഉചിതം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ആലോചിച്ച് തീരുമാനം എടുക്കാവുന്നതാണ്. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ ജോലി ഒരിക്കലും റിസൈൻ ചെയ്തിട്ട് ഈ പ്രോസസ്സിങ്ങിൽ തുടങ്ങാതിരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ ന്യൂസിലാൻഡിലോട്ട് വരുവാണ് എന്ന് കരുതി നിങ്ങൾ ജോലി റിസൈൻ കൊടുക്കാതിരിക്കുക. അതായത് ഈ ഒരു പ്രസൻറ്റ് സിറ്റുവേഷനിൽ ഇവിടെ ജോലി കിട്ടാൻ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ ഒരു കാര്യം എല്ലാവരും ഒന്ന് മനസ്സിലാക്കി വെക്കുക. അതുപോലെ തന്നെ ന്യൂസിലാൻഡിലേക്ക് ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കിക്കായിട്ട് വരുന്ന കുട്ടികൾ തീർച്ചയായിട്ടും അതിനൊന്ന് പ്രിപ്പയർ ചെയ്തിട്ട് വരാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഞാൻ വന്ന സമയത്ത് എനിക്ക് ക്യാപ്പ് കോഴ്സായിരുന്നു. ഇപ്പോൾ അത് ഓസ്കി ആയിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ക്യാപ്പ് കോഴ്സ് ആണെങ്കിലും ഞങ്ങളുടെ ബാച്ചിന് അത് ഞങ്ങൾക്ക് ഓസ്കി ഉണ്ടായിരുന്നു. കാരണം ഞാൻ കൊഹോർഡ് ബാച്ചിലായിരുന്നു ക്യാപ്പ് കംപ്ലീറ്റ് ചെയ്തത്. അപ്പോൾ ഞങ്ങൾക്ക് ഓസ്കി ഉണ്ടായിരുന്നു. ആ ഓസ്കി എന്ന് വെച്ചാൽ ഹാഫ് ആൻ അവർ ഓസ്കി, ഹാഫ് ആൻ അവർ ഡോക്യുമെൻറ്റേഷൻ ആയിരുന്നു. അപ്പോൾ എൻ്റെ ഒരു ക്യാപ്പ് ആൻഡ് ഓസ്കി എക്സ്പീരിയൻസിനെ കുറിച്ച് ഞാനൊരു വീഡിയോ ഓൾറെഡി ചെയ്തായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് അതിനെപ്പറ്റി അറിയാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഡ്രഗ് കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ക്യാപ്പ് അല്ലെങ്കിൽ ഓസ്കി കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണാവുന്നതാണ്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ടുള്ളത്. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഡ്രീം യുവർ ലൈഫ്.